ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയായിട്ടാണ് വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസാക്കിയതെന്ന ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. ബി.ജെ.പി വർഗീയതയെ മുറുകെ പിടിച്ച് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനായി നടത്തുന്ന അടവുകളുടെ ഭാഗമാണിത്. ബില്ലിനെതിരെയുള്ള ശക്തമായ നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ തെറ്റായ പ്രചരണവുമായി ബി.ജെ.പി രംഗത്ത് വരുന്നു. DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം രാജിവെച്ച സംഭവം അദ്ദേഹത്തിന് വിഷയത്തെപ്പറ്റിയുള്ള ബോധ്യം ഇല്ലാത്തതിനാലാണെന്നും MP കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒന്നാകെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതോടെ ഒരേ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതുനയം. അത് ഭരണഘടന അനുസൃതമാണ്. BJP വർഗീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല അടവ് നയങ്ങളും രാജ്യത്ത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഈ വഖഫ് നിയമ ഭേദഗതിയെ എതിർത്തു എന്ന് ചോദിച്ചാൽ, ഈ നിയമം രാജ്യസഭ കൂടി പാസാക്കി രാഷ്ട്രപതിക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ RSSന്റെ മുഖപത്രത്തിൽ ഇനി അടുത്തത് ക്രൈസ്തവ സഭയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അവർ വിരൽ ചൂണ്ടുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് പോലെയാണ് BJPയെ സംബന്ധിച്ചിടത്തോളം മതന്യൂനപക്ഷങ്ങൾ അവരാരായാലും ശരി, അത് മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനികളായിക്കൊള്ളട്ടെ, പാഴ്സി ആയിക്കൊള്ളട്ടെ, സിഖുകാരായിക്കൊള്ളട്ടെ, എല്ലാവർക്കുമെതിരെ മാറി മാറി ഈ തരത്തിലുള്ള പീഡനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ജബൽപൂരിൽ മലയാളികളായിട്ടുള്ള വൈദികരെ ആക്രമിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒഡീഷയിൽ പോലീസും മറ്റ് അക്രമികളും ചേർന്ന് വൈദികരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ്. മണിപ്പൂരിൽ എത്രയോ പള്ളികളാണ് കത്തി നശിപ്പിച്ചത്. അങ്ങനെ ഈ കഴിഞ്ഞ ഒറ്റ വർഷത്തിനിടയിൽ തന്നെ 750ഓളം വരുന്ന ക്രിമിനൽ കേസുകളാണ് ആന്റി കൺവേർഷൻ ലോ എന്ന് പറഞ്ഞ് ക്രൈസ്തവ സമൂഹത്തിനെതിരെ രാജ്യം മുഴുവൻ ചുമത്തിയിരിക്കുന്നത് BJP സർക്കാരുകൾ. അപ്പോൾ ഈ വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ അതിക്രമിച്ച് ഇല്ലാതെയാക്കാനുള്ള ഒരു ശ്രമമാണ്. അതിന്റെ ഒരു ആദ്യപടിയായിട്ടാണ് ഈ വഖഫ് നിയമ ഭേദഗതിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കിക്കാണുന്നത്. ആ നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ നിലപാടുമായി മുൻപോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും BJPയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിരുന്നു തൊടുപുഴയിലെ ഓഫീസിലേക്ക്, അതുപോലെ ചെറുതോണിയിലെ ഓഫീസിലേക്കൊക്കെ ഇവർ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ. അതിന്റെ ആ ഗൗരവത്തിൽ മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ.